അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മൾ പറയാറില്ലേ ചായ തിളക്കുന്ന സമയം കൊണ്ട് കടി, അതുപോലെ തന്നെ 2 ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചായക്കടി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശരിക്കും അതുപോലെ ഒരു ചായക്കടിയാണ് കേട്ടോ ഇന്നത്തെ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു സ്നാക്കാണ്, ചായന്റെ കൂടെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പൊ നമുക്കിത് എങ്ങനെ നോക്കിയാലോ? അതിന് വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ഉരുളക്കിഴങ്ങാണ്. അത് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത്യാവശ്യം നല്ല തിന്നായിട്ട് കട്ട് ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുട്ടയാണ്. ആ ഒരു മുട്ട കൂടി ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കുറച്ച് വലിയ പൊട്ടറ്റോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 മുട്ട എടുക്കാം കേട്ടോ. ചെറുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ 1 തന്നെ മതി. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ 2 ടീസ്പൂൺ മൈദയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതും ചേർത്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതേപോലെ നന്നായിട്ട് നിന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കുറച്ച് മല്ലിയില കൂടി ഒരു അലങ്കാരത്തിന് വേണ്ടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പൊ ഇത്രേ ഉള്ളൂ, നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ജസ്റ്റ് ഇതൊന്ന് 2 ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ. നമ്മൾ മുട്ടയൊക്കെ പൊരിക്കുമല്ലോ, അതേപോലെ ഇങ്ങോട്ട് ഇതാക്കി എടുത്താൽ മതി. ഒരുപാട് ഓയിലൊന്നും വേണ്ട. ഈ ഒരു ഓയിൽ കുറച്ച് കൂടി പോയിട്ടോ, ഇത്ര വേണമെന്നൊന്നുമില്ല. അപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതേപോലെ ഒന്ന് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തീ നല്ലോണം കുറച്ച് വെക്കാം. ഏറ്റവും കുറച്ച് വെക്കാൻ പറ്റും അത്രയും കുറച്ച് വെക്കാം. നമ്മുടെ ഈ ഒരു ഐറ്റം മറിച്ചിടുമ്പോൾ തന്നെ നല്ല മുട്ടേന്റെയും പൊട്ടറ്റോയൊക്കെ ഫ്രൈ ആയിട്ടുള്ള ആ ഒരു സ്മെല്ലൊക്കെ വരും കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഈസി ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യാം. അപ്പൊ മറിച്ചിട്ടിട്ടും ഒരു 5-8 മിനിറ്റ് കുക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സംഭവം റെഡി. പിന്നെ ഇത് നല്ലോണം ചൂടാറാതെ ആ ഒരു ചെറിയ ചൂടിൽ തന്നെ കഴിക്കുമ്പോഴാണ് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് കഴിക്കാം കേട്ടോ. അപ്പൊ ഇത് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാലോ ഇത് പെർഫെക്റ്റ് ആയിട്ടാണ് കിട്ടിയിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. പൊട്ടറ്റോ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കട്ടി കൂടാതെ ചെറിയൊരു കട്ടിയിൽ, ചെറിയൊരു തിക്നെസ്സിൽ മാത്രം കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ. കാരണം ഒരുപാട് തിക്നെസ്സിൽ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വെന്ത് കിട്ടാൻ പാടായിരിക്കും, മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ ടേസ്റ്റ് ഉള്ള സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ചായ തിളക്കണ നേരം കൊണ്ട് തന്നെ ഈ ഒരു സ്നാക്ക് റെഡിയാക്കി എടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. അപ്പൊ ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്സ് താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അപ്പൊ ഇതുപോലുള്ള കുട്ടി കുട്ടി റെസിപ്പീസിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് അടിപൊളി വീഡിയോസ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം ഇൻഷാല്ലാ. താങ്ക്സ് ഫോർ വാച്ചിങ്.